Brothers and sisters, thank you for coming to hear the word of God. സൗരി സഹോദരന്മാരെ, ദൈവവചനം ശ്രവിക്കുവാനായിട്ട് ഇന്ന് ഇവിടെ കടന്നു വന്നതിന് നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു. Our theme for today and tomorrow is based on Revelation chapter 4. ഇന്നും നാളെയുമുള്ള നമ്മുടെ സന്ദേശങ്ങൾക്ക് അടിസ്ഥാനമായിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലുള്ള ഈ വാക്യമാണ്. After these things, verse 1, I looked, and a door standing open in heaven, and the voice said to me like a trumpet, "Come up here, and I will show you things to take place." അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കുവാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. If you want to understand any verse in the Bible, you must see it in its context and not by itself. നിങ്ങൾക്ക് ദൈവവചനത്തിലെ ഏതെങ്കിലും ഒരു വാക്യം നിങ്ങൾക്ക് ശരിയാവണ്ണം മനസ്സിലാകണമെങ്കിൽ ആ വാക്യം അതിൻ്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാണണം. അതിനെ അടർത്തിയെടുത്ത് അതിനെ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുകയില്ല. Very common mistake among believers that they take one verse and it becomes a favorite verse and they don't see the context in which that verse is spoken. അനേക ക്രിസ്ത്യാനികൾ അവർക്ക് ഉണ്ടാകുന്ന തെറ്റ് ഇതാണ്. അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വചനം അതിൻ്റെ പശ്ചാത്തലം നോക്കാതെ അവർ അത് എടുക്കുകയും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അവർക്ക് ഗ്രഹിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. Here it says, after these things. ഇവിടെ പറയുന്നത് അനന്തരം എന്ന് പറഞ്ഞാണ് ഈ വാക്യം തുടങ്ങുന്നത്. So that means you look at the previous 2 chapters. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതിന്റെ അർത്ഥം, ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ അതിന്റെ മുമ്പുള്ള 2 അധ്യായങ്ങൾ നോക്കണം. Where the Lord speaks to 5 out of 7 churches, condemning them for the sin in their midst. 2-3 അധ്യായങ്ങളിൽ 7-ൽ 5 സഭകളോടും തങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് അവരോട് തിരുത്തുവാൻ ആവശ്യപ്പെടുന്ന ഒരു സന്ദേശമാണ് നാം വായിക്കുന്നത്. When Jesus was on earth, he was telling the Pharisees to repent. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പരീശന്മാരോട് മാനസാന്തരപ്പെടുവാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. Now he's telling his own church to repent. എന്നാൽ ഇവിടെ തന്റെ തന്നെ സഭയോട് മാനസാന്തരപ്പെടുവാനായിട്ട് ആവശ്യപ്പെടുന്നു. And these are churches planted by the apostles. ഈ സഭകൾ അപ്പോസ്തലന്മാരാൽ സ്ഥാപിക്കപ്പെട്ട സഭകളാണ്. These 5 churches. ഈ 5 സഭകളും Ephesus and Laodicea, Smyrna, all these 5 churches. എഫെസസും ലവോദിക്കയും സ്മുർണയും ഇങ്ങനെയുള്ള 5 സഭകൾ they were churches that started well, planted by the apostles, but in 40-50 years they degenerated so terribly. അപ്പോസ്തലന്മാരാൽ സ്ഥാപിതമായ ഈ സഭകൾ എന്നാൽ 40-50 വർഷങ്ങൾക്ക് ശേഷം അവ വല്ലാതെ വളരെ താണ നിലവാരത്തിലേക്ക് ഇറങ്ങിപ്പോയി. The church started in around 30 AD. ഏകദേശം 30 AD-യിൽ ആരംഭിച്ച സഭകൾ. This is written in 95 AD. ഇത് എഴുതിയത് 95 AD-യിലാണ്. And most of these churches were planted around 50 or 40-50 AD. 40-50 AD-യിൽ സ്ഥാപിതമായ സഭകളാണ് ഈ സഭകളിൽ മിക്കവരും. Planted by the apostles. അപ്പോസ്തലന്മാർ സ്ഥാപിച്ച സഭകളാണ്. Even the churches planted by the godly apostles degenerated in 40-50 years. 40-50 വർഷങ്ങൾ കൊണ്ട് അപ്പോസ്തലന്മാർ, ദൈവഭക്തന്മാരായ അപ്പോസ്തലന്മാർ സ്ഥാപിച്ച സഭകൾ പോലും വളരെ താണ നിലവാരത്തിലേക്ക് അധപ്പതിച്ചു. So badly that to some of them the Lord says, I'm going to leave your midst. അതിൽ ചില സഭകളോട് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നു എന്ന് പറയും വിധം അവർ താണ നിലവാരത്തിലായി. The church in Laodicea and its elder, God says this. ലവോദിക്ക സഭയുടെ മൂപ്പൻ the Lord says this. അവനോട് ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്. Verse 20, 3:20. 3:20 I stand at the door and knock. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. So where is the Lord? Inside the church or outside the church? കർത്താവ് എവിടെയാണ്? സഭയ്ക്ക് അകത്താണോ സഭയ്ക്ക് പുറത്താണോ? He is standing at the door of the Laodicean church and knocking, saying,
The church will not let me in, but there's anybody here who will open their heart and let me in. ലവോദിക്കിയ സഭയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് കർത്താവ് മുട്ടുകയാണ്. കർത്താവിന് വേണ്ടി അവർ വാതിൽ തുറക്കുന്നില്ല സഭ. എന്നാൽ കർത്താവ് മുട്ടിക്കൊണ്ട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്കായിട്ട് ഹൃദയം തുറക്കുവാൻ മനസ്സുണ്ടെങ്കിൽ കർത്താവ് അവരെ വിളിക്കുകയാണ്. Today evangelists use Revelation 3:20 to the unbelievers, saying the Lord is standing at your door and knocking. ഇന്ന് സുവിശേഷകർ ചെറുപ്പക്കാരായ മറ്റ് വിശ്വാസികളോട് നിങ്ങളുടെ ഹൃദയ കവാടത്തിൽ കർത്താവ് മുട്ടുന്നു എന്ന് പറയുവാനായിട്ട് ആ വാക്യം ഉപയോഗിക്കാറുണ്ട്. But this verse is spoken to a church. എന്നാൽ ഈ വാക്യം അത് സഭയോട് ദൈവം പറയുന്ന വാക്കാണ്. When you look at the history of 2000 years of many wonderful churches started by many godly men. അനേക ദൈവഭക്തന്മാരായ ആളുകൾ സ്ഥാപിച്ച സഭയുടെ ഏകദേശം കഴിഞ്ഞ 200 ആണ്ടുകളുടെ ചരിത്രം നാം പരിശോധിക്കുന്നുവെങ്കിൽ, including Kerala, കേരളത്തിൽ പോലും, beginning with what the wonderful churches the apostle Thomas must have started in 55 AD. 55 AD-ൽ അപ്പോസ്തലനായ തോമസ് സ്ഥാപിച്ച ആ ആരംഭ സഭകൾ, and the different godly people who have raised wonderful churches. അത് മാത്രമല്ല മറ്റു പല ദൈവഭക്തരായ ആളുകൾ അനേക ദൈവഭക്തിയുള്ള സഭകൾ അവര് സ്ഥാപിച്ചു. All of them, like the apostles' churches, in 40-50 years decline comes in. എന്നാൽ ഈ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ 40-50 വർഷങ്ങൾ കൊണ്ട് വളരെ താഴ്ന്ന നിലവാരത്തിലേക്ക് അവ ഇറങ്ങിപ്പോയി. Many of those churches, the Lord is saying, I'm standing at the door and knocking. Will you let me in? അനേക അപ്രകാരമുള്ള സഭകളുടെ വാതിൽക്കൽ നിന്നുകൊണ്ട്, പുറത്തു നിന്നുകൊണ്ട് കർത്താവ് മുട്ടിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ തുറന്ന് എനിക്ക് വേണ്ടി നിങ്ങൾ തുറക്കുമോ? Inside the church they are saying praise the Lord, hallelujah, and singing songs, but the Lord is outside the church. സഭയ്ക്കകത്ത് ആളുകൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ഹല്ലേലൂയ സ്തോത്രം പറയുകയും ചെയ്യുന്നു, എന്നാൽ കർത്താവ് പുറത്താണ്. So in this situation, in Revelation 3:21, the Lord says, if you overcome, you will sit with me on my throne. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവ് പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരുന്നു. He's inviting John in the next verse. അതിനെ തുടർന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നു, come up here where I am on my throne. യോഹന്നാനെ, നീ കയറി വരിക, ഈ ഞാൻ ഇരിക്കുന്ന ഈ സിംഹാസനം ഞാൻ നിനക്ക് കാണിച്ചു തരാം. Come up here and look down at the state of the churches from here. നീ മുകളിലേക്ക് കയറി വരിക, ഇവിടെ ഈ മുകളിൽ നിന്നുകൊണ്ട് ഇന്ന് ആയിരിക്കുന്ന സഭകളുടെ നിലവാരത്തെ നീ നോക്കുക. And then the Lord says, you will understand what I think of these churches. അങ്ങനെ നീ മുകളിൽ നിന്ന് നീ നോക്കുമ്പോൾ ഈ സഭകളെ കുറിച്ച് ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നിനക്ക് മനസ്സിലാകും. Heaven's view of many churches is very different from our view. ഇന്ന് നാം ചിന്തിക്കുന്നത് പോലെയല്ല അനേക സഭകളെ കുറിച്ച് ദൈവം ചിന്തിക്കുന്നത്. So we need to hear that word, come up here. അതുകൊണ്ട് ഇന്ന് മുകളിലേക്ക് കയറി വരിക എന്ന ആ സന്ദേശം not only the way we look at churches, but look at everything that's happening on the earth. ദൈവം ഇന്ന് സഭകളെ മാത്രമല്ല ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. We have to stand with the Lord and look at it from heaven's standpoint. നാം ദൈവത്തിന്റെ കണ്ണിൽ മുകളിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വീക്ഷിക്കണം. That applies to our personal life too. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ കാര്യത്തിലും അപ്രകാരം തന്നെയാണ്. So many things that we worry about and are so anxious about. നാം ഇന്ന് പല കാര്യങ്ങളെക്കുറിച്ചും വളരെയധികം ആശങ്കപ്പെടുന്നു, ആകുലരാകുന്നു. So many things we are afraid of. ഇന്ന് അനേക കാര്യങ്ങളെക്കുറിച്ച് നാം പേടിച്ചിരിക്കുന്നു, ഭയപ്പെടുന്നു. The word of the Lord to you is, come up here and see how I view that. എന്നാൽ അങ്ങനെയെങ്കിൽ നിങ്ങളോടുള്ള ദൈവത്തിന്റെ സന്ദേശം, ദൈവത്തിന്റെ വചനം ഇതാണ്, നിങ്ങൾ മുകളിലേക്ക് കയറി വരിക, ഞാൻ എങ്ങനെയാണ് കാര്യങ്ങളെ കാണുന്നത് എന്ന് നിങ്ങൾ നോക്കുക. So many of the big, huge, multi-story buildings that are being built nowadays in many parts of India. ഇന്ന് ഇന്ത്യയിൽ പോലും പല സ്ഥലങ്ങളിലും പടുത്തുയർത്തുന്ന വളരെ ഉയർന്ന കെട്ടിടങ്ങൾ, അനേക നിലകളുള്ള ഉയർന്ന കെട്ടിടങ്ങൾ, they look so big. നമുക്ക് നോക്കുമ്പോൾ അത് വളരെ വലുതായിട്ട് തോന്നുന്നു. You go up into an airplane and that looks like a little toy house, that huge skyscraper. എന്നാൽ ആകാശം മുട്ടി നിൽക്കുന്ന ആ വലിയ സൗധം, ആ വലിയ കെട്ടിടം, ഒരു എയ്റോപ്ലെയിനിൽ കയറി മുകളിലേക്ക് പോയി മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കൊച്ചു തീപ്പെട്ടി പോലെ വളരെ ചെറിയതായിട്ട് നമുക്ക് കാണാം. What am I saying? ഞാൻ എന്താണ് പറയുന്നത്? Things that look so big in your eyes look very small when you look at it from heaven. നിങ്ങളുടെ കണ്ണിൽ വളരെ വലുതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആ കാര്യങ്ങൾ ദൈവത്തിന്റെ കണ്ണിൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായി തോന്നുന്നു.
Problems that are weighing down your mind and making you discouraged and anxious. നിങ്ങളെ ഇന്ന് നിരാശപ്പെടുത്തുകയും ആകുല ചിന്തകരാക്കുകയും ചെയ്യുന്ന ആ വലിയതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പ്രശ്നങ്ങൾ, If you could look at it from heaven, they'd be very, very small. എന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് വളരെ വളരെ ചെറുതായിട്ട് തോന്നും. You need to hear that for your personal life. Come up here. നിങ്ങളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഈ സന്ദേശം നിങ്ങൾ കേൾക്കണം. മുകളിലേക്ക് കയറി വരിക. In the Old Testament, nobody could do that. പഴയ നിയമ കാലഘട്ടത്തിൽ ആർക്കും അത് ചെയ്യുവാൻ കഴിയില്ലായിരുന്നു. Do you know in the entire Old Testament, God never made any promise about heaven to the Israelites? പഴയ നിയമം മുഴുവൻ പരിശോധിക്കുകയാണെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു വാഗ്ദാനം പോലും പഴയ നിയമ ഇസ്രായേലിന് ദൈവം The നൽകിയിരുന്നില്ല. entire gospel given to the Israelites was about earthly things. ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്ന ആ മുഴുവൻ സുവിശേഷവും, അവർക്ക് കൊടുത്തിരുന്ന അനുഗ്രഹം മുഴുവനും ഭൗമികമായിരുന്നു. If you don't believe that, read right from Exodus to Malachi. പുറപ്പാട് മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് Every promise that God gave to Israel was about earthly things. ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്ന ഓരോ വാഗ്ദാനവും അത് ഭൗമികമായിരുന്നു, ഭൂമിയെ കുറിച്ചുള്ളതായിരുന്നു. I will make you rich with a lot of money. നിങ്ങൾ ധാരാളം പണമുള്ളവരായി ധനവാനായി നിങ്ങളെ മാറ്റും. I will make you healthy. നിങ്ങൾക്ക് ആരോഗ്യം നൽകും. I'll give you plenty of sheep in your pastures. നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴുത്തിൽ അനേകം കന്നുകാലികൾ ഉണ്ടാവും. You'll get a lot of grain in your fields. നിങ്ങളുടെ കളപ്പുരയിൽ ധാരാളം ധാന്യമുണ്ടാകും, വയലിൽ ധാരാളം ധാന്യമുണ്ടാവും. All the enemy armies of the Ammonites and Moabites all around you will all be defeated. നിങ്ങളുടെ മുമ്പിലുള്ള അമ്മോന്യരും മോവാബ്യരും ഒക്കെ അവരെല്ലാം നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്ക് മുമ്പിൽ തോൽപ്പിക്കപ്പെടും. And Israel will be the most powerful nation on the earth. ഈ ഭൂമിയിൽ ഏറ്റവും ശക്തരായ രാജ്യം ഇസ്രായേലായിരിക്കും. Those are the promises. ഇതൊക്കെയായിരുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകിയ Say, വാഗ്ദാനങ്ങൾ. Lord, what have you promised the Israelites about heaven and eternal life? ദൈവമേ, ഇസ്രായേൽ മക്കൾക്ക് സ്വർഗത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും അങ്ങ് കൊടുത്ത വാഗ്ദാനങ്ങൾ എന്താണ്? Not even one promise. ഒരു വാഗ്ദാനം പോലും ദൈവം കൊടുത്തിരുന്നില്ല. Have you noticed that in the Old Testament? പഴയ നിയമത്തിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? Everything was about this earth. എല്ലാം ഈ ഭൂമിയെ സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു. Many children, അനേകം മക്കൾ, lots of money, വളരെയധികം ധനം, barns overflowing with wheat and grain, കളപ്പുരകൾ വീഞ്ഞും ധാന്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. farmers and shepherds becoming extremely wealthy. അന്നുണ്ടായിരുന്ന കൃഷിക്കാരും ഇടയന്മാരും അവർക്ക് ധാരാളം ധനസമ്പത്തുണ്ടാകുന്നു. Then dying, they don't know where they're going. മരിക്കുമ്പോൾ എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ല. Right down from the time of Abraham to Malachi, those are the promises. എബ്രഹാം മുതൽ മലാഖി വരെ അവർക്കുണ്ടായിരുന്ന വാഗ്ദാനങ്ങൾ ഇവയൊക്കെയായിരുന്നു. Then came John the Baptist. അതിനുശേഷം യോഹന്നാൻ സ്നാപകൻ വന്നു. As you turn the pages of the New Testament, you hear John the Baptist preaching. നിങ്ങൾ പുതിയ നിയമത്തിന്റെ താളുകളിലേക്ക് തിരിയുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. Listen to this message of John the Baptist in the light of what I just told you. ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾ യോഹന്നാൻ സ്നാപകന്റെ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുക. A nation that for 1500 years had heard promises about earthly things. 1500 വർഷങ്ങൾ ഭൂമിയിലെ ഈ തരത്തിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ ലഭിച്ചിരുന്ന ഒരു രാജ്യം. Who ഭക്ഷണം, gave gifts to God, tithe and so many other things in order to get blessings, for earthly blessings from God. ഭൗമികമായ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനായിട്ട് ദൈവത്തിന് ദശാംശവും മറ്റും കൊടുക്കുന്ന കാണിക്കകൾ കൊടുക്കുന്ന. Their whole mind was occupied with earthly things. അവരുടെ മനസ്സ് മുഴുവൻ ഭൗമികമായ കാര്യങ്ങളെക്കുറിച്ച് നിറഞ്ഞിരുന്നു. Now John the Baptist comes. ഇപ്പോൾ ഇതാ യോഹന്നാൻ സ്നാപകൻ വരുന്നു. Matthew chapter 3 verse 2. മത്തായി 3-ാം അധ്യായത്തിന്റെ 2-ാം And വാക്യം. his first word is repent. ഒന്നാമത് തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു, You know മാനസാന്തരപ്പെടുക. what the word repent means? മാനസാന്തരപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് It is നിങ്ങൾക്കറിയാമോ? not feeling sorry for sin. പാപത്തെക്കുറിച്ച് ഒരു ദുഃഖമുണ്ടാവുക, വിഷമമുണ്ടാവുക എന്നല്ല അതിന്റെ അർത്ഥം. That is a small part of it. അത് മാനസാന്തരത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ്. The exact meaning of repent is turn around. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുക എന്നതിന്റെ അർത്ഥം മുഴുവനും തിരിയുക എന്നാണ്. Like in the military, there's a command called about turn. മിലിറ്ററിയിൽ ഇങ്ങനെ ഒരു കമാൻഡ് ഉണ്ട്, about turn.
That means if they are facing in one direction and the sergeant major says about turn, they have to turn around the other direction. നിങ്ങൾ ഒരു ദിശയിൽ തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ സർജന്റ് അല്ലെങ്കിൽ മേജർ പറയുന്നു about turn എന്ന് പറഞ്ഞാൽ നേരെ എതിർവശത്തേക്ക് പെട്ടെന്ന് Then they must turn their back to where they were facing. അവർ ഇതുവരെ തിരിഞ്ഞു നിന്ന ആ ഭാഗത്തേക്ക് അവരുടെ പുറം തിരിച്ച് അവര് മുഴുവനുമായിട്ട് തിരിയുന്നു. And turn around and look at what they were not facing. ഇതുവരെ അവർ നോക്കിയിട്ടില്ലായിരുന്ന ഒരു ഭാഗത്തേക്ക് മുഴുവനും തിരിഞ്ഞ് അവർ ഈ ദിശയിലേക്ക് തിരിയുന്നു. Whenever you read the word repent in the New Testament, think of that. നിങ്ങൾ പുതിയ നിയമത്തിൽ മാനസാന്തരപ്പെടുക എന്നുള്ള വാക്ക് നിങ്ങൾ കാണുമ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് നിങ്ങൾ There is ചിന്തിക്കുക. a nation that for 1500 years were occupied with the things of earth. ഇവിടെ ഇതാ 1500 വർഷങ്ങൾ ഈ ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു രാജ്യം. And John the Baptist says, turn around. യോഹന്നാൻ സ്നാപകൻ ഇപ്പോൾ വന്നിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ മുഴുവനുമായി തിരിയുക. Matthew 3 verse 2. മത്തായി 3:2. Because a new kingdom is here now. ഇവിടെ ഇതാ ഒരു പുതിയ രാജ്യം വന്നിരിക്കുന്നു, സ്വർഗരാജ്യം It വന്നിരിക്കുന്നു. hasn't yet come. അത് വന്നില്ല. The kingdom of heaven is coming. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. What did you have all these 1500 years? ഈ 1500 വർഷങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നത് എന്താണ്? Kingdom of earth. ഈ ഭൂമിയായിരുന്നു, ഭൗമികമായ ഒരു രാജ്യമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. Earthly prosperity. ഭൗമികമായ അനുഗ്രഹങ്ങൾ, Victory over earthly enemies. ഈ ഭൂമിയിലുള്ള ശത്രുക്കളുടെ മേലുള്ള ജയം, Physical health. ഭൗതികമായ ആരോഗ്യം, Earthly blessings. ഭൂമിയിലുള്ള അനുഗ്രഹങ്ങൾ. And you occupied all your mind with that. അവരുടെ മനസ്സ് മുഴുവൻ ഈ കാര്യങ്ങളെക്കുറിച്ച് നിറഞ്ഞിരുന്നു. Now turn around because another kingdom is coming. ഇപ്പോൾ നിങ്ങൾ മുഴുവനുമായി തിരിയുക, ഇതാ മറ്റൊരു രാജ്യം സമീപിച്ചിരിക്കുന്നു. It's the kingdom of heaven. അത് സ്വർഗരാജ്യമാണ്. But you know the devil succeeded in silencing John the Baptist. എന്നാൽ യോഹന്നാൻ സ്നാപകന്റെ ശബ്ദം നിലയ്ക്കുവാൻ, ശബ്ദത്തെ തടയുവാൻ പിശാചിന് കഴിഞ്ഞു. In the next chapter 4 verse 12, that John was put into prison. ഇവിടെ ഇതാ അടുത്ത അധ്യായം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ യോഹന്നാനെ അവര് ജയിലിൽ അടച്ചു എന്ന് നാം വായിക്കുന്നു. So Jesus heard that. യേശു അത് കേട്ടു. So when Jesus heard that John's voice has been silenced, യോഹന്നാന്റെ ശബ്ദം നിലച്ചു, അവർ യോഹന്നാനെ സംസാരിക്കുവാൻ അനുവദിച്ചില്ല എന്ന് യേശു കേട്ടപ്പോൾ, from that time, ആ സമയം മുതൽ, verse 17, 17-ാം വാക്യം it നാം says, വായിക്കും, from that time അന്നു മുതൽ Jesus began to preach what John the Baptist was preaching. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു കൊണ്ടിരുന്ന അതേ കാര്യം യേശു പ്രസംഗിക്കുവാൻ തുടങ്ങി. And he was saying, you can silence his voice, but the message is still going to go out. പിശാചേ, നിനക്ക് യോഹന്നാൻ സ്നാപകന്റെ ശബ്ദത്തെ ഒരുപക്ഷെ തടയുവാൻ കഴിഞ്ഞേക്കാം, എന്നാൽ ആ സന്ദേശം വീണ്ടും തുടരും. Turn around. നിങ്ങൾ മുഴുവനുമായി തിരിയുക. Verse 17. 17-ാം വാക്യം, The kingdom of earth is over. Now it's the kingdom of heaven is coming. ഭൂമിയിലെ രാജ്യം അത് അവസാനിച്ചിരിക്കുന്നു, ഇപ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മുഴുവനുമായി തിരിയുക. It has not yet come, but it is coming. അത് വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നു. That is the clearest proof that at that time with Israel, the kingdom of heaven was not here on the earth. ആ കാലഘട്ടത്തിൽ അപ്പോൾ ഇസ്രായേലിന്റെ മധ്യത്തിൽ ദൈവരാജ്യം ഇല്ലായിരുന്നു എന്നതിന്റെ ഒരു വ്യക്തമായ തെളിവ് ആണ് ഇത്. The kingdom of earth is something occupied entirely with earthly blessing. ഭൗമികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഭൂമിയിലെ രാജ്യം. The kingdom of heaven is occupied with spiritual things. എന്നാൽ സ്വർഗരാജ്യം അത് ആത്മീക കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. When did that come, that kingdom? ആ സ്വർഗരാജ്യം എപ്പോഴാണ് വന്നത്? See, in Matthew chapter 16, മത്തായി 16-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ we തിരിക്കുക. must read scripture very, very carefully. നിങ്ങൾ ദൈവവചനം വളരെ ശ്രദ്ധയോടുകൂടെ വായിക്കണം. Matthew 16 and the last verse, verse 28. മത്തായി 16-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, 28-ാമത്തെ വാക്യം. A lot of people standing there in front of Jesus. അവിടെ ഇതാ യേശുവിന്റെ മുമ്പാകെ അനേക ആളുകൾ നിൽക്കുന്നു. And he told them, യേശു അവരോട് പറഞ്ഞു, many of you will die, നിങ്ങളിൽ പലരും മരിക്കും, but some of you who are standing here, എന്നാൽ ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ, not everyone, എല്ലാവരുമല്ല, ചിലർ, some of you will not die till you see the kingdom of God coming through the Son of Man.
ഇവിടെ ഇതാ മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരുണ്ട്. So we see the kingdom of heaven did come during the lifetime of some of those people standing there. അപ്പോൾ അതിന്റെ അർത്ഥം അവിടെ നിന്നിരുന്ന ചില ആളുകളുടെ കാലഘട്ടത്തിൽ തന്നെ ദൈവരാജ്യം വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. And that happened on the day of Pentecost. പെന്തക്കോസ്ത് നാളിലാണ് അത് സംഭവിച്ചത്. That is the primary purpose of the Holy Spirit coming and filling those 120 people on the day of Pentecost. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി 120 പേരെ നിറച്ചതിന്റെ ഉദ്ദേശം ഈ സ്വർഗരാജ്യം ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരുന്നു. And that is where the devil has blinded the minds of so many believers today that they have not understood the purpose of the coming of the Holy Spirit. ഇന്ന് അനേക വിശ്വാസികളുടെ കണ്ണുകളെ കുരുടാക്കുന്നതിൽ പിശാച് ജയിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിലുള്ള സ്വർഗരാജ്യം എന്താണ് എന്ന് അവരുടെ കണ്ണുകൾക്ക് ഇതുവരെ തുറന്നു കിട്ടിയിട്ടില്ല. It is the coming of the kingdom of heaven to earth. പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ഉദ്ദേശം സ്വർഗരാജ്യം അത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരിക, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ്. That's what John the Baptist and Jesus preached. അതായിരുന്നു യോഹന്നാൻ സ്നാപകനും യേശുവും പ്രസംഗിച്ചത്. It's coming, it's coming. വരുന്നു, അത് വന്നുകൊണ്ടിരിക്കുന്നു. Some of you standing here will be alive when it comes. ഇവിടെ നിൽക്കുന്നവരിൽ നിങ്ങളിൽ ചിലർ ആ സ്വർഗരാജ്യം വരുന്നത് നിങ്ങൾ കാണും. Those 11 apostles were alive. ആ 11 അപ്പോസ്തലന്മാർ അവര് അന്ന് ജീവിച്ചിരിക്കുന്നു, ഉണ്ടായിരുന്നു. Mary the mother of Jesus was alive. യേശുവിന്റെ അമ്മയായ മറിയ അന്ന് When the ജീവിച്ചിരുന്നു. Spirit of God came upon them and lifted them up higher to enable them to see everything from a heavenly perspective. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരികയും അവരെ ഉയരത്തിലേക്ക് കയറ്റി എല്ലാ കാര്യങ്ങളെയും ആ സ്വർഗീയമായ കണ്ണോടുകൂടെ കാണുവാനായിട്ട് അവരെ അഭ്യസിപ്പിച്ചു. Is this what many of you imagine or believe you're filled with the Holy Spirit? നിങ്ങളിൽ പലരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു എന്ന് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. I want to ask you, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, did your experience of the fullness lift you up to see everything on earth from a heavenly perspective? പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ കണ്ണിലൂടെ, സ്വർഗത്തിന്റെ കണ്ണിലൂടെ നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള സകലത്തെയും കാണുവാൻ നിങ്ങളെ സഹായിച്ചോ? Or are you like all those Israelites still occupied with the multitude of earthly matters? എന്നാൽ ആ കാലഘട്ടത്തിലെ ഇസ്രായേൽ മക്കളെ പോലെ ഇപ്പോഴും ഭൂമിയിലെ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ആ ചിന്തകൾ മാത്രം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണോ നിങ്ങളുടെ മനസ്സ്? Where you think God's blessing is financial prosperity. ദൈവത്തിന്റെ അനുഗ്രഹം ഈ സാമ്പത്തിക മുന്നേറ്റമാണ് എന്നാണോ നിങ്ങളുടെ ചിന്ത? Where you think God's blessing is going to the Gulf and making a lot of money and building houses here. ഗൾഫിൽ പോയി പണമുണ്ടാക്കി, ധാരാളം പണമുണ്ടാക്കി വലിയ വീടുകൾ ഉണ്ടാക്കുന്നതാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? There's nothing wrong in that. അതിൽ തെറ്റുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. You can build 10 houses if you like. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 വീടുകൾ ഉണ്ടാക്കിക്കോളൂ. All I'm saying is that is not the mark of God's blessing. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ ധനസമൃദ്ധിയല്ല ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ തെളിവ്. Because there is a false teaching going around like that. അങ്ങനെയുള്ള ഒരു തെറ്റായ പഠിപ്പിക്കൽ ഇന്ന് ക്രിസ്തീയ ഗോളത്ത് വളരെ വ്യാപകമാണ്. That Jesus blesses us with material things primarily. യേശു ക്രിസ്തു പ്രാഥമികമായും ഭൗമികമായ അനുഗ്രഹങ്ങളാണ് നൽകുന്നത് എന്നുള്ള ഒരു തെറ്റായ പഠിപ്പിക്കൽ ഇന്ന് ക്രിസ്തീയ ഗോളങ്ങളിലുണ്ട്. That is the message given to the Israelites. അത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത സന്ദേശമാണ്. And that's not what he came to do. അതല്ല, അത് did not come to establish a better kingdom of the earth, but the kingdom of heaven. ഭൂമിയിലെ ഈ രാജ്യത്തെ കുറച്ചുകൂടെ വിസ്തൃതമാക്കുവാനല്ല യേശു ക്രിസ്തു വന്നത്. യേശു വന്നത് സ്വർഗരാജ്യത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനാണ്. Because every religion, says their leader, makes them prosper materially. എല്ലാ മതങ്ങളിലുമുള്ള നേതാക്കന്മാർ പറയുന്നത് ആ മതം അവരെ ഭൗമികമായി കൂടുതൽ അനുഗ്രഹ സമൃദ്ധിയിലേക്ക് നയിക്കുന്നു എന്നാണ്. There are many Christian preachers who say Jesus has blessed me financially. അനേക ക്രിസ്തീയ നേതാക്കന്മാർ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യേശു എന്നെ ഭൗതികമായി വളരെയധികം അനുഗ്രഹിച്ചു. Do you know what the dear Muslims in the Arab countries and the Gulf countries say? ഗൾഫ് കൺട്രി രാജ്യങ്ങളിലുള്ള പ്രിയ മുസ്ലിം സുഹൃത്തുക്കൾ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? Allah has blessed us financially. അല്ലാഹ് ഞങ്ങളെ ഭൗതികമായി വളരെ അനുഗ്രഹിച്ചിരിക്കുന്നു. Now all you Christians come to us to get money. Allah has blessed us.
ക്രിസ്ത്യാനികളായ നിങ്ങളൊക്കെ ഞങ്ങളുടെ അടുക്കൽ ജോലിക്ക് വന്ന് നിങ്ങൾ പണം സമ്പാദിക്കുകയാണല്ലോ. അള്ളയാണ് ഞങ്ങളെ അനുഗ്രഹിച്ചത് നിങ്ങൾക്ക് ശമ്പളം തരാൻ. What about the Hindus, like the richest people in India? ഇന്ത്യയിലുള്ള ഏറ്റവും ധനവാന്മാരായ ഹിന്ദുക്കൾ എന്താണ് പറയുന്നത്? Some of India's businessmen are the richest people in the world. ഈ ലോകത്തിൽ തന്നെ വളരെ ധനവാന്മാരുടെ പട്ടികയിൽ പെടുന്നവരാണ് ഇന്ത്യയിലുള്ള ചില ഹിന്ദു ബിസിനസ്. They are not Christians or Muslims. അവർ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ They അല്ല, are Hindus. അവർ ഹിന്ദുക്കളാണ്. They say Lakshmi has blessed us. അവർ പറയുന്നത് ലക്ഷ്മിയാണ് ഞങ്ങളെ അനുഗ്രഹിച്ചത്. He is the one who made us one of the richest people in the world. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ധനവാന്മാരായ വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റിയത് ലക്ഷ്മിയാണ് എന്ന് അവർ പറയുന്നു. If you look at the top 25 richest people in the world, none of them are believers. നിങ്ങൾ ഈ ലോകത്തുള്ള ആദ്യത്തെ 25 ധനവാന്മാരുടെ പട്ടിക പരിശോധിച്ചാൽ അതിൽ ആരും തന്നെ വിശ്വാസികളായിട്ടില്ല. They are Muslims and Hindus. അവര് ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാണ്. So if financial prosperity is the mark of God's blessing, ഭൗതികമായ അനുഗ്രഹമാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ തെളിവെങ്കിൽ, then you have to say that Allah and Lakshmi are better than Jesus Christ. അങ്ങനെയെങ്കിൽ നിങ്ങൾ അള്ളായും ലക്ഷ്മിയും യേശുവിനെക്കാട്ടിലും മെച്ചമാണ് എന്ന് നിങ്ങൾ പറയേണ്ടി വരും. That itself proves how wrong that understanding is. അത് തന്നെ നിങ്ങളുടെ ആ ധാരണ പൂർണ്ണമായും എന്നുള്ളതിന്റെ തെളിവാണ്. Jesus Christ gives us something no other God can give. മറ്റൊരു ദൈവത്തിനും നൽകുവാൻ കഴിയാത്ത ചില അനുഗ്രഹങ്ങളാണ് യേശു ക്രിസ്തു നമുക്ക് നൽകുന്നത്. Heavenly riches. സ്വർഗീയമായ അനുഗ്രഹങ്ങൾ. For example, ഉദാഹരണത്തിന്, to love those who hate us. നമ്മെ വെറുക്കുന്നവരെ സ്നേഹിക്കുവാനുള്ള കഴിവ്. Can you do that? നിങ്ങൾക്കത് ചെയ്യുവാൻ Then you കഴിയുമോ? are a rich person. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു ധനവാനാണ്. To bless and speak well of those who curse you. നിങ്ങളെ ശപിക്കുന്നവരോട് അവരെ അനുഗ്രഹിച്ച് അവരെക്കുറിച്ച് നല്ലത് പറയുക. People speak evil about you and you go and speak something good about them. ആളുകൾ നിങ്ങളെക്കുറിച്ച് തിന്മയും കളവും അവര് പറയുന്നു, നിങ്ങൾ അവരെക്കുറിച്ച് നല്ലത് പറയുക, അവരെ If you അനുഗ്രഹിക്കുക. can do that, you got heavenly riches. നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ സ്വർഗീയമായി അനുഗ്രഹം ലഭിച്ചവരാണ്. If you only got money, then you're like all these other religious rich people from other religions. നിങ്ങൾക്ക് പണം മാത്രം, ധനം മാത്രമാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ നിങ്ങൾ ഈ മറ്റു മതസ്ഥരെ പോലെയുള്ള ആ അവസ്ഥയിൽ തന്നെയാണ്. And that's why the Lord says, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, my children, come up higher. എൻ്റെ മക്കളെ, നിങ്ങൾ മുകളിലേക്ക് കയറി വരിക. Come and see things from my viewpoint. നിങ്ങൾ മുകളിലേക്ക് കയറി എൻ്റെ ആ കണ്ണിലൂടെ, എൻ്റെ കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ കാര്യങ്ങളെ കാണുക. That expensive Mercedes-Benz car that you're coveting looks like a little toy when you go up to heaven. നിങ്ങൾ ഇന്ന് വളരെ തീവ്രമായി ആഗ്രഹിക്കുന്ന ആ മെർസിഡസ് ബെൻസ് കാർ ഉണ്ടല്ലോ, അത് നിങ്ങൾ ഒന്ന് മുകളിലേക്ക് കയറി സ്വർഗത്തിന്റെ കണ്ണിൽ നിന്ന് നോക്കിക്കേ, അതൊരു കൊച്ചു തീപ്പെട്ടി പോലെ വളരെ ചെറുതാണ്. It looks like a toy even if you get into an airplane. അതൊരു എയറോപ്ലെയിനിൽ പോയി നോക്കിയാൽ പോലും അതൊരു കളിപ്പാട്ടം പോലെ തോന്നുകയുള്ളൂ. A lot of things which you think are very big look very small if you go up higher. നിങ്ങൾ ഇന്ന് വളരെ വലുതെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ മുകളിലേക്ക് കയറും തോറും അത് വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നിക്കും. The same with some of the big problems you're facing in your life look very small if you look at it from God's viewpoint. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ആ പ്രശ്നങ്ങൾ, അതും നിങ്ങൾ ഉയരത്തിലേക്ക് കയറി ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായ പ്രശ്നങ്ങളായി മാറുന്നു. That shows you where you are standing on earth or in heaven. നിങ്ങളുടെ ഈ കാഴ്ചപ്പാട് നിങ്ങൾ ഇന്ന് ഭൂമിയിലാണോ നിങ്ങൾ ഉയരത്തിലാണോ നിൽക്കുന്നത് എന്നതിന്റെ തെളിവാണ്. And I'm sorry to say many Christian preachers have not sought to lift up God's people to that heavenly perspective. ഇന്ന് അനേക ക്രിസ്തീയ പ്രസംഗകരും വിശ്വാസികളായ അവരുടെ ക്രിസ്തുവിനെ പിൻപറ്റുന്ന ആളുകളെ ഈ ഒരു സ്വർഗീയ കാഴ്ചപ്പാടിലേക്ക് ഉയർത്തുന്നതിൽ തികച്ചും പരാജയപ്പെട്ടിരിക്കുന്നു. Why? Most of today's famous preachers think that if God has blessed them with cars and airplanes and all, they are being blessed by God. ഇന്ന് അനേക ക്രിസ്തീയ പ്രസംഗകരും വളരെ പ്രസിദ്ധരായ ക്രിസ്തീയ പ്രസംഗകരൊക്കെ പറയുന്നത് കാറുകളും വീടുകളും ധനവും ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ തെളിവെന്നാണ്. In that case, Jesus was not blessed by God and Paul was not blessed by God at all. അങ്ങനെയെങ്കിൽ യേശു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നില്ല, പൗലോസ് ഒട്ടും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നില്ല. See how foolish that argument is? നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ, എത്ര പോഷത്തരമായ
ഒരു ആർഗ്യുമെന്റാണ് അവർ പറയുന്നത്. See Ephesians chapter 1 verse 3. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായം 3-ാം വാക്യം നിങ്ങൾ നോക്കുക. That's in your Bible, but I don't know how seriously you have taken it. നിങ്ങളുടെ വേദപുസ്തകത്തിലുള്ള ഒരു വാക്യമാണ്, പക്ഷേ നിങ്ങൾ എത്ര ഗൗരവമായിട്ട് ഈ വാക്യം വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. One of the things I teach people in my churches is this. ഞങ്ങളുടെ സഭകളിൽ ഞാൻ ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. Read the Bible slowly. ദൈവവചനം മെല്ലെ സാവധാനം വായിക്കുക. Even if you can't finish the Bible in 1 year. നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ബൈബിൾ തീർക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല. You'll get a lot more if you read it slowly. നിങ്ങൾ വളരെ സാവധാനമായിട്ട് ധ്യാനിച്ച് ബൈബിൾ വായിക്കുക. Blessed is the man, Psalm 1 says, who meditates on the law of the Lord day and night. രാവും പകലും ദൈവവചനത്തെ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. There it says, whatever he does will prosper. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. Spiritually. ആത്മീകമായിട്ട് അവൻ പുരോഗമിക്കും. So Ephesians 1:3, read it slowly. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം അത് വളരെ പതുക്കെ നിങ്ങൾ വായിക്കുക. Praise the God and Father of our Lord Jesus Christ. സ്വർഗ്ഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന praise the God and Father of our Lord Jesus Christ. 2-ാം വാക്യം, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. What are we praising him for? നാം എന്തിനാണ് ആ ദൈവത്തെ സ്തുതിക്കുന്നത്? Because he has blessed us with every spiritual blessing in heavenly places in Christ. 3-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ അവസാന ഭാഗത്ത് അവിടെ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ്. What type of blessings? എങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ? Not material, not physical, spiritual. ഭൗതികമായ അനുഗ്രഹങ്ങളല്ല, സാമ്പത്തികമായ അനുഗ്രഹങ്ങളല്ല, ആത്മീയ അനുഗ്രഹങ്ങൾ. Where? എവിടെയുള്ള ആത്മീക അനുഗ്രഹങ്ങൾ? Not in earthly places, but in heavenly places. സ്വർഗീയ തലങ്ങളിൽ, ഭൗമിക തലങ്ങളിലല്ല, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങൾ. If that verse were written in the Old Testament, ഇത് പഴയ നിയമ കാലഘട്ടത്തിലാണ് ഈ വാക്യം എഴുതിയിരുന്നതെങ്കിൽ it would have been written like that. അത് ഇങ്ങനെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. Blessed be God Jehovah, ദൈവവും യഹോവയായവൻ വാഴ്ത്തപ്പെട്ടവൻ, who has blessed us with every material and physical blessing. ഞങ്ങളെ സകല ഭൗമികവും earthly blessing. സാമ്പത്തികമായ അനുഗ്രഹങ്ങളും നൽകിയിരിക്കുന്ന യഹോവ. In earthly places, ഭൂമിയിൽ ഞങ്ങളെ അപ്രകാരം അനുഗ്രഹിച്ചിരിക്കുന്ന യഹോവ. in Moses. മോശയിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന വാഴ്ത്തപ്പെട്ടവൻ. അതാണ് പഴയ നിയമം. That is the Old Testament equivalent of that verse. ഈ വാക്യത്തിന്റെ പഴയ നിയമത്തിലെ ഒരു തുല്യമായ വാക്യം അതാണ്. But many Christians are living with that Old Testament verse. എന്നാൽ ഇന്ന് അനേക ക്രിസ്ത്യാനികളും ആ പഴയ നിയമ, ഞാനിപ്പോൾ പറഞ്ഞ പഴയ നിയമ വാക്യം പോലെയാണ് ആളുകൾ ജീവിക്കുന്നത്. Very few know God intimately as their Father. പലർക്കും യേശുവിനെ ഒരു പിതാവ് എന്ന നിലയിൽ അറിയില്ല. And the clearest proof of that is anxiety in your mind. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ ആകാംക്ഷ, അത് തന്നെ നിങ്ങൾക്ക് ദൈവത്തെ പിതാവ് എന്നുള്ള രീതിയിൽ അറിയില്ല എന്നതിന്റെ തെളിവാണ്. The person whose father runs the universe cannot be anxious about anything. നിങ്ങളുടെ പിതാവാണ് ഈ ഭൂമിയെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകാംക്ഷയ്ക്ക് ഒരിടവും ഉണ്ടാവുകയില്ല. You tell me. നിങ്ങൾ എന്നോട് പറയുക, if your father was the most powerful man on earth, ഈ ഭൂമിയിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായി ആണ് നിങ്ങളുടെ പിതാവെങ്കിൽ, or the richest man on the earth, അല്ലെങ്കിൽ ഭൂമിയിലുള്ള ഏറ്റവും ധനവാനാണെങ്കിൽ, what would you have to be worried about? നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണ് പിന്നെ വേവലാതിപ്പെടേണ്ടത്? If on the other hand your father is the most powerful person in the whole universe, എന്നാൽ നിങ്ങളുടെ പിതാവ് ഈ അഖിലാണ്ടത്തിലും ഏറ്റവും ശക്തനായവനാണെങ്കിലോ, who can do anything, അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, solve any problem, എന്ത് പ്രശ്നമുണ്ടെങ്കിലും തീർക്കാം. why are we anxious? എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആകുലപ്പെടുന്നത്? Because you do not know him as your father. കാരണം നിങ്ങൾക്ക് ആ ദൈവത്തെ നിങ്ങളുടെ പിതാവ് എന്ന നിലയിൽ നിങ്ങൾക്ക് അറിയില്ല. I think of many of God's children are like this. അനേക ദൈവമക്കളും ഇപ്രകാരമാണ്. Their father, suppose think of an earthly child whose father is living in some
foreign country. ഭൂമിയിലെ ഒരു കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ആ കുഞ്ഞിന്റെ പിതാവ് ഒരു ദൂര രാജ്യത്ത്, ഒരു വിദേശത്താണ് താമസിക്കുന്നത്. The child has never seen the father in 20 years. കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ കുഞ്ഞ് പിതാവിനെ കണ്ടിട്ടില്ല. But the father sends letters and money and all that. എന്നാൽ പിതാവ് കത്തുകൾ അയക്കും, പണം അയക്കും. This is how a lot of God's people know the heavenly Father. സ്വർഗസ്ഥനായ പിതാവിനെ ഇന്ന് അനേക ക്രിസ്ത്യാനികൾ അറിയുന്നത് ഇപ്രകാരമാണ്. They don't know him personally. വ്യക്തിപരമായി ദൈവത്തെ അവർക്ക് അറിയില്ല. They hear messages about him. അവർക്ക് ദൈവത്തിൽ നിന്ന് ചില സന്ദേശങ്ങൾ അവർക്ക് കിട്ടും. Certain blessings they get now and then through him. ഇടയ്ക്കിടയ്ക്ക് ചില അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കും. I was born again when I was born again 60 years ago. 60 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വീണ്ടും ജനിച്ചത്. When I was about 20 years old. എനിക്ക് ഏകദേശം 20 വയസ്സുള്ള സമയത്ത്. But after being born again for 16 years, I never knew him intimately as my father. എന്നാൽ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച് 16 വർഷം എനിക്ക് ഈ ദൈവത്തെ വ്യക്തിപരമായിട്ട് എൻ്റെ പിതാവെന്ന നിലയിൽ എനിക്ക് അറിയില്ലായിരുന്നു. I was anxious about 101 things on this earth. ഈ ഭൂമിയിലെ 101 കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ആകാംക്ഷയായിരുന്നു. Because I knew about a father who lived far away, but I did not know him personally. ദൂരെയെങ്ങോ ഉള്ള പിതാവിനെ എനിക്കറിയാമായിരുന്നു, പക്ഷേ എനിക്ക് ആ പിതാവിനെ വ്യക്തിപരമായിട്ട് അറിയില്ലായിരുന്നു. But that is gone from my life since the time I came to know him as my personal father. എന്നാൽ വ്യക്തിപരമായി എൻ്റെ പിതാവ് എന്ന നിലയിൽ ആ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. എൻ്റെ ജീവിതത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ സകല അനുഗ്രഹങ്ങളാലും എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന ഈ പിതാവ്. That's the meaning of this verse. Every spiritual blessing means every single blessing of the Holy Spirit. സകല ആത്മീക അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന്റെ സകല അനുഗ്രഹങ്ങളും നിറവും എനിക്ക് നൽകിയവൻ. It's not in earthly places, it's in heavenly places. ഭൂമിയിലുള്ള അനുഗ്രഹങ്ങളല്ല, സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളാണ്. It's not in Moses, it's not in the Old Testament, it's in Christ. മോശയിലല്ല, പഴയ നിയമത്തിലല്ല, ക്രിസ്തുവിൽ എന്നെ അനുഗ്രഹിച്ച കർത്താവ്. See how your view of verse 3 has changed so much today just because you read it slowly. ഇന്ന് നിങ്ങൾ വളരെ പതുക്കെ സാവധാനമായിട്ട് ഈ വാക്യം വായിച്ചപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് എത്രത്തോളം മാറി എന്ന് നിങ്ങൾ ചിന്തിക്കുക. How many times you have read this verse in your past life? നിങ്ങളുടെ കഴിഞ്ഞ നാളുകളിൽ എത്ര പ്രാവശ്യം നിങ്ങൾ ഈ വാക്യം വായിച്ചിട്ടുണ്ട്? Did you see it like you're seeing it now, the way I explained it? ഞാനിപ്പോൾ നിങ്ങളോട് വിവരിച്ചതുപോലെ നിങ്ങൾ ഈ വാക്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Read the Bible slowly. ദൈവവചനം വളരെ സാവധാനം പതുക്കെ വായിക്കുക. Like you count your currency notes slowly in the bank. നിങ്ങൾ ബാങ്കിൽ നിന്ന് പണം വാങ്ങിയ ശേഷം വളരെ സൂക്ഷ്മതയോടെ സാവധാനമായിട്ടാണ് നിങ്ങൾ പണം എണ്ണാറുള്ളത്. Read the Bible slowly. ദൈവവചനം നിങ്ങൾ പതുക്കെ വായിക്കുക. More riches here. ആ പണക്കെട്ടിന്റെ അപ്പുറത്ത്, അതിനുമപ്പുറം വളരെയധികം ധനം ഇവിടെയാണുള്ളത്. Now let me show you how God took us to the heavenly places. എങ്ങനെയാണ് കർത്താവ് നമ്മെ ഈ സ്വർഗ്ഗസ്ഥലങ്ങളിലേക്ക് ഉയർത്തിയത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. That's also here in Ephesians chapter 2. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അത് നാം വായിക്കുന്നു. Again we got to read slowly. വീണ്ടും നാം ദൈവവചനം പതുക്കെ വായിക്കണം. Okay, when Jesus died, 2-ാം വാക്യം, യേശുക്രിസ്തു മരിച്ചപ്പോൾ we read in Galatians 2:20 that we died with him. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നാം അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. When Jesus was raised up from the dead, യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ, it says here in Ephesians 2:6, എഫേസ്യ ലേഖനം 2:6 നാം വായിക്കുന്നു, God raised us up along with him. 7-ാം വാക്യത്തിലാണ് മലയാളത്തിൽ, ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. Do you know when God placed us in Christ? നിങ്ങൾക്കറിയാമോ എപ്പോഴാണ് നമ്മെ ക്രിസ്തുവിൽ ദൈവം ആക്കിയത്? I told you I was born again 60 years ago. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ 60 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ വീണ്ടും ജനിച്ചത്. But God placed me in Christ before the foundation of the world. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എന്നെ ക്രിസ്തുവിൽ ദൈവം വച്ചിരുന്നു. That is written in Ephesians 1 and verse 4. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, He chose me in Christ before Genesis 1 verse 1. ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുത്തു എന്ന് നാം 4-5 വാക്യങ്ങളിൽ വായിക്കുന്നു. That is before Genesis 1 verse 1. അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിന് മുമ്പാണ്. Before Genesis 1 verse 1 there's something. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിന് മുമ്പ് ചില കാര്യങ്ങളുണ്ട്. That God
in his mind had me. ദൈവത്തിന്റെ മനസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു. My name. എൻ്റെ പേര് Zach Poonen. സാക് പൂനൻ. In Christ. ക്രിസ്തുവിൽ. When did God realize that I'm going to be his child? എപ്പോഴാണ് ഞാൻ ദൈവത്തിന്റെ മകനാകും എന്ന് ദൈവം തീരുമാനിച്ചത്? Was it 60 years ago? അത് 60 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു? അല്ല. It was millions of years ago. ലക്ഷോപലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. Because God doesn't discover anything new. ദൈവം ഒന്നും പുതുതായിട്ട് കണ്ടുപിടിക്കുന്നില്ല. If you're a child of God, really born again, നിങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവത്തിന്റെ ഒരു പൈതലാണെങ്കിൽ that's true of you. അത് നിങ്ങളെക്കുറിച്ചും സത്യമാണ്. You may not believe it because you don't believe the word of God. ദൈവവചനം ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ സത്യം വിശ്വസിച്ചില്ല എന്ന് പറയാം. That's why you're so tense and anxious. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ആകാംക്ഷയും ടെൻഷനും ഒക്കെ ഉള്ളവരായിരിക്കുന്നത്. I believe I was chosen in Christ according to Ephesians 1:4 before the world was created. ഞാൻ വിശ്വസിക്കുന്നത് എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിച്ചതുപോലെ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. He put me in Christ. Before Genesis 1:1. ഉൽപ്പത്തി പുസ്തകം 1:1 മുമ്പ് തന്നെ എന്നെ ക്രിസ്തുവിൽ ദൈവമാക്കി. So when Jesus died on the cross, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. I was there. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ആ ക്രൂശിൽ ഉണ്ടായിരുന്നു. Like Paul says, I was crucified with Christ. I, Zach Poonen, was crucified with Christ. പൗലോസ് പറയുന്നത് പോലെ ഞാൻ സാക് പൂനൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. Ephesians 2:6, when Christ came out of the grave, I was there, raised up with him. എഫെസ്യ ലേഖനം 2:6 നാം വായിക്കുന്നു, അവിടെ ഇതാ ഞാൻ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ when he ascended up from the Mount of Olives, I was there in Christ. അവൻ ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ഒലിവ് മലയിൽ നിന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവനോടൊപ്പം ഞാനുണ്ടായിരുന്നു. When he sat in the heavenly places, അവൻ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുന്നപ്പോൾ according to Ephesians 2:6, I am there. എഫെസ്യ ലേഖനം 2:6 അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ഉണ്ട്. നിങ്ങൾ അത് വിശ്വസിക്കുന്നു? I believe it. ഞാൻ അത് വിശ്വസിക്കുന്നു. And that's what the Lord is saying. അതാണ് ദൈവം പറയുന്നത്. Come up here. This is your rightful place. ഇവിടെ ഈ ഉയർന്ന സ്ഥലത്ത് ഇവിടെയാണ്. When I sit with him in the heavenly places like Ephesians 2:6, ഇവിടെയാണ് നിങ്ങളുടെ സ്ഥലം, ഈ ഉയർന്ന സ്ഥലത്താണ്. അങ്ങനെ എഫെസ്യ ലേഖനം 2-ാം അധ്യായം 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ I look down at the problems I'm facing right now. ആ സ്വർഗ്ഗസ്ഥലത്ത് ഇരുന്നുകൊണ്ട് നാം ഇന്ന് കാണുന്ന പ്രശ്നങ്ങളെ ഞാൻ താഴേക്ക് നോക്കുന്നു. So small. ഞാൻ താഴേക്ക് നോക്കുമ്പോൾ അത് വളരെ ചെറുതായി എനിക്ക് like a തോന്നുന്നു. speck of dust. ഭൂമിയിലെ ഒരു പൊടി മണ്ണ് പോലെ അതെനിക്ക് വളരെ ചെറുതായിട്ട് തോന്നുന്നു. And if you sit there, you see it in the same way. നിങ്ങളും ആ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഈ താഴേക്ക് നോക്കി നിങ്ങളുടെ പ്രശ്നങ്ങളെ ചെറുതായിട്ട് കാണുവാൻ കഴിയും. Holy Spirit came to do on the day of Pentecost. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നത് ഈ കാര്യം നമ്മിൽ ചെയ്യുവാൻ വേണ്ടി, heaven into our heart. സ്വർഗ്ഗത്തെ നമ്മുടെ ഭൂമിയിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നത്. The Holy Spirit came to bring heaven into my heart. സ്വർഗ്ഗം എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വന്നത്. And to bring me into the heavenly places in spirit. എന്നെ ആത്മാവിൽ ഉയർത്തി ആ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ്. We'll have a little break and continue this study. നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ ഇടവേള, ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് നമുക്ക് ഈ സെഷൻ തുടരുന്നതാണ്.